അസ്സലാമു അലൈക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരണവാർത്ത കേൾക്കാനിടയായി. ആയിഷ റഹന എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഒരു മരണവാർത്തയായിരുന്നു അത്. ആ സഹോദരിയുടെ മരണവാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ആളുകളും എഴുതുന്ന കുറിപ്പുകൾ, പോസ്റ്റുകൾ വളരെയധികം ഹൃദയഭേദകമായ വാക്കുകളായിരുന്നു. ആ വരികളിൽ, ആ വാക്കുകളിൽ ആ മരണപ്പെട്ടുപോയ ആ പെൺകുട്ടി അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ പെൺകുട്ടിയുടെ മരണം അവർക്ക് എത്രമാത്രം വേദനയും പ്രയാസവും ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസമാണ് ഈ പെൺകുട്ടി കോഴിക്കോട് ആംസ്റ്റർ മിംസ് ആശുപത്രി വെച്ചുകൊണ്ട് മരണപ്പെടുന്നത്. മഞ്ഞപ്പിത്തമായിരുന്നു ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നത്. അതോടൊപ്പം ഏറെ ദുഃഖകരമായ ഒരു കാര്യം എന്തെന്നാൽ ഈ പെൺകുട്ടി 8 മാസം ഗർഭിണിയായിരുന്നു എന്നുകൂടിയുള്ളതാണ്. ഏറെ വേദനാജനകമായ ഒരു മരണമായിരുന്നു അത്. ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടി മരണത്തെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിലെ കുറെ കാര്യങ്ങൾ, അതും എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുകയാണ്. ഞാൻ മരിച്ചാൽ നിങ്ങൾ കരയുമോ എന്ന തലക്കെട്ടോടുകൂടി എഴുതിയ ആ ലേഖനത്തിലെ വരികൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു പെൺകുട്ടി മരണത്തെ നേരത്തെ മുൻകൂട്ടി കണ്ടതുപോലെ തോന്നിപ്പോകും. പലപ്പോഴും മരണവീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ മരിച്ചാൽ ആരൊക്കെ കരയും? ഒട്ടുമിക്ക മരണവീടുകളിലും അടുത്ത ബന്ധുക്കളും രക്തബന്ധത്തിലുള്ളവരും മാത്രമാണ് കരയുന്നത് കണ്ടിട്ടുള്ളത്. മറഞ്ഞു നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന 1-2 സുഹൃത്തുക്കളും ഉണ്ടാവാറുണ്ട്. അതിൽ കൂടുതൽ ഒരാളുടെ മരണത്തിൽ കരയുന്നത് കണ്ടിട്ടില്ല. അടക്കം പറച്ചിൽ കേൾക്കാം. നാളിതുവരെ അയാളുടെ മുഖത്തു നോക്കി പറയാത്ത നല്ല വാക്കുകളെല്ലാം മരിച്ചു കഴിയുമ്പോൾ പറയാറുണ്ട്. അതൊക്കെ മരിച്ചു കിടക്കുന്നയാൾ കേൾക്കാറുണ്ടോ എന്ന് തോന്നാറുമുണ്ട്. രാജകീയ വിവാഹം, രാജകീയ ജീവിതം എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ രാജകീയ മരണം എന്നുണ്ടോ? പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കൾ മരിക്കുമ്പോൾ ജനാവലിയോടുകൂടി അത്തരം യാത്രകൾ കാണാറുണ്ട്. ഇന്ന് ഞാനും ഒരു മരണവീട്ടിലാണ്. അത്ര പ്രമുഖ വ്യക്തിത്വമൊന്നുമല്ലെങ്കിലും അത്യാവശ്യം ജനാവലിയുണ്ട്. ബന്ധുക്കൾ കുറവാണെന്ന് തോന്നി. കാരണം മൃതദേഹത്തിന്റെ അടുത്തിരുന്ന് കരയുന്ന ആളുകൾ കുറവാണ്. മൃതദേഹത്തിനെ ഞാനൊന്ന് നോക്കി. ശാന്തിയുണ്ട് മുഖത്ത്. അധികം പ്രായമൊന്നുമില്ലാത്ത സ്ത്രീയാണ്. മിക്കവാറും കുട്ടികൾ അലമുറയിട്ട് കരയാൻ സാധ്യതയുണ്ട്. ഞാൻ കുട്ടികളെ തിരഞ്ഞു. അടുത്ത മുറിയിൽ 3 കുട്ടികൾ കട്ടിലിൽ കിടന്ന് കരയുന്നുണ്ട്. ഇതുതന്നെയാവും കുട്ടികൾ. തിരക്കും കൂടി വരുന്ന പോലെ തോന്നി. ഇത്രയധികം ബന്ധുജനങ്ങളുള്ള ആളാണോ എന്ന് തോന്നിപ്പോയി. പക്ഷേ ബന്ധുക്കളല്ല, സുഹൃത്തുക്കളും അവരെ പരിചയമുള്ള ആളുകളുമാണ് കൂടുതലെന്ന് ആരും അടക്കം പറയുന്നത് കേട്ടു. ഞാൻ എല്ലാവരുടെയും മുഖത്തേക്കും ഒന്ന് നോക്കി. എല്ലാവരും വിതുമ്പുന്നുണ്ട്, കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ ഒരുപാട് സുഹൃത്തുക്കൾ അവർക്കുണ്ടായിരുന്നിരിക്കണം എന്നെനിക്ക് തോന്നി. പോകെ പോകെ ഒരുപാട് പേർ കണ്ണുനീർ തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. എനിക്കറിയാവുന്ന പല പ്രമുഖരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടെ ചാരി നിന്ന് കരയുന്ന ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോടടക്കം പറയുന്നത് കേട്ടു. ഇനിയും ആരൊക്കെയോ വരാനുണ്ടെന്നും ഇവർക്കൊരുപാട് സുഹൃത്തുക്കളുണ്ടെന്നും മുറ്റത്ത് വലിയ തിരക്കാണെന്നുമൊക്കെ. ഞാൻ പതിയെ അവിടെ നിന്ന് പടിയിറങ്ങി. ശരിയാണ്, നമ്മൾ മരിക്കുമ്പോൾ ഉള്ളു തുറന്ന് കരയാനും വേറുപാട് തോന്നാനും ചില സൗഹൃദങ്ങളും ബന്ധങ്ങളും സൃഷ്ടിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നേട്ടമാണ്. അത്തരത്തിൽ എത്ര പേരിൽ നമ്മൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്? എത്ര പേരുടെ ഹൃദയങ്ങളിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്? ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ മരിച്ചാൽ നിങ്ങൾ കരയുമോ? പെരിന്തൽമണ്ണ വലമ്പൂർ മേലെ പൂപ്പലത്തെ കുറ്റീരി ആഷിർ റഹ്മാന്റെ ഭാര്യയാണ് ആയിഷ റഹന എന്ന് പറയുന്ന മരണപ്പെട്ട ഈ സഹോദരി. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ, അതായത് JCA എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ട്രെയിനർ കൂടിയായിരുന്നു ഇവർ. 5ഉം 10ഉം വയസ്സുള്ള 2 മക്കളെയാണ് തനിച്ചാക്കി ആ സഹോദരി മരണത്തിലേക്ക് പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടിക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരിയുടെ കുടുംബത്തിലുള്ളവർക്ക്, ആ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വിയോഗം. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ആ വാർത്ത കണ്ടതാണ്. ഒരു പാവം മനുഷ്യൻ, ഒരു ഓട്ടോ തൊഴിലാളിയായ ഒരു പാവം മനുഷ്യൻ, അന്നത്തെ അന്നത്തിന് വേണ്ടി ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യൻ മരണപ്പെട്ട വാർത്ത. പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരുടെ മർദ്ദനമേൽക്കുകയും പിന്നീട് രക്തസമ്മർദ്ദം കൂടുകയും അങ്ങനെ അവസാനം ആ മനുഷ്യൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ളൊരു സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അത്. ഒരു നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു എന്നുള്ളത് ആ മനുഷ്യന്റെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം ഒരു നോമ്പുകാരനായിരുന്നു എന്നൊക്കെയാണ് എനിക്കറിയാൻ സാധിച്ചത്. അവരുടെ ആ ഒരു ചെറിയൊരു അതിക്രമം കാരണം നഷ്ടപ്പെട്ടു പോയത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ അടുത്തേക്ക് പലഹാര പൊതികളുമായി പോകാൻ ആ മനുഷ്യൻ
എത്രമാത്രം ആഗ്രഹിച്ചിരിക്കണം, അതിനുവേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം ആ മനുഷ്യൻ ഓട്ടോ ഓടിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കുടുംബത്തിൻ്റെ എല്ലാം തകർന്നിരിക്കുകയാണ്. അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ഇല്ലാതായിരിക്കുകയാണ്. ഒരു നേരത്തെ ഉണ്ടാകുന്ന വെറുപ്പിൽ, ഒരു നേരത്തെ ഉണ്ടാകുന്ന ചെറിയൊരു പകയിൽ അവസാനം ഇല്ലാതായി തീരുന്നത് ഒരു ജീവനാണ്. കണ്ടില്ലേ, നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട ഷഹബാസിന്റെ മരണം? ഒരു 5 ക്രിമിനലുകളുടെ പകയിൽ ഇല്ലാതായി പോയത് ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയായവരുടെ മൂത്ത മകനാണ്. കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടു കൂടിയാണ് ഓരോ ആളുകളും ഓരോ മനുഷ്യരുടെ ജീവൻ കവർന്നെടുക്കുന്നത്. വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണിത്. അക്രമവും വ്യഭിചാരവും ലഹരിയും ഒക്കെ അടിഞ്ഞുകൂടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുക? ആ സഹോദരന്റെ മയ്യത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ ഞാൻ സമൂഹമാധ്യമങ്ങളിലൂടെ കാണാനിടയായി. ഏറെ വേദനിപ്പിക്കുന്ന, ഏറെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അത്. ഇത്തരം മരണങ്ങളൊക്കെ ആളുകളെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ ചിലർ മരണപ്പെടുമ്പോൾ ആളുകൾ സന്തോഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് സ്വദേശിയായ ഷാനിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. കാണാൻ നല്ല ചേലുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും കേട്ടു. നമുക്കറിയാം, ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പോലീസിന്റെ സെർച്ചിങ്ങും മറ്റുമൊക്കെ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചെറുപ്പക്കാരെ കഞ്ചാവിന്റെയും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പോലീസ് പരിശോധനയ്ക്കിടയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന MDMAയുടെ കവർ ഈ ചെറുപ്പക്കാരൻ ഉടൻ തന്നെ പോലീസിനെ ഭയന്നുകൊണ്ട് ഉള്ളിലേക്ക് വിഴുങ്ങുകയാണ്. ഉള്ളിലേക്ക് പോയ MDMA രക്തത്തിൽ കലരുകയും 24 മണിക്കൂറിനുള്ളിൽ ആ ചെറുപ്പക്കാരൻ മരണപ്പെടുകയും ചെയ്തു. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾക്ക് താഴെ ആരും സങ്കടപ്പെടുന്നത് കാണാനില്ല. എല്ലാവരും ആ ചെറുപ്പക്കാരന്റെ മരണത്തിൽ സന്തോഷിക്കുകയാണ്. എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക? ലഹരി എന്ന് പറയുന്ന മാരകമായ വസ്തു ഇന്ന് സമൂഹത്തിലുണ്ടാക്കുന്ന അപകടകരമായ ഓരോ സാഹചര്യങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. സ്വന്തം ഉമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പോലും കഴിയാതെ സ്വന്തം ഉമ്മയുടെ കഴുത്തറുക്കാൻ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ള മാരകമായ ഒരു ലഹരി വസ്തു വിൽപ്പന നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആളുകൾ അതിൽ ആഹ്ലാദം കണ്ടെത്താതിരിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ചെറുപ്പക്കാരന്റെ ജീവിതം തന്നെ ഇല്ലാതായി. അല്പനേരത്തെ ഒരു സുഖത്തിന് വേണ്ടി ഇഹലോകവും പരലോകവും ആ ചെറുപ്പക്കാരൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താമാധ്യമങ്ങളിൽ കൊടുത്ത ഒരു വീഡിയോയിൽ അതിൽ ആ ചെറുപ്പക്കാരന്റെ ഉമ്മ വളരെയധികം സങ്കടത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്നൊരു കാഴ്ച ഞാൻ കാണാനിടയായി. എത്ര തന്നെ വലിയ കൊടും ക്രൂരതകളും കുറ്റങ്ങളും ചെയ്തു കഴിഞ്ഞാലും ഉമ്മ അത് ഉമ്മ തന്നെയാണ്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നൊന്ത് പ്രസവിച്ച ഉമ്മയ്ക്ക് ആ മകനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. ഇത്തരത്തിൽ മരണത്തിൽ പോലും എല്ലാവരുടെയും ശാപവാക്കുകളും ആ മരണത്തിൽ പോലും എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ നിന്നെ ഉമ്മ മാസങ്ങളോട് നൊന്ത് പ്രസവിച്ച് ഇത്തരത്തിൽ ആഹാരവും എല്ലാം തന്ന് പോറ്റി വളർത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മാരകമായ ലഹരി വസ്തുക്കളിൽ നിന്നും ആ ലഹരി വിൽക്കപ്പെടുന്ന ലഹരി മാഫിയകളുടെ ചതിക്കുഴിയിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.